എൻ്റെ ഒരു റിലേറ്റീവ് ഈ വർഷം ഹജ്ജിന് പോയ സമയത്ത് നിർഭാഗ്യവശാൽ ഹജ്ജിനിടയിൽ വഫാത്തായി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് TCS റീഫണ്ട് ക്ലെയിം ചെയ്യുക? ഒരു സുഹൃത്ത് കഴിഞ്ഞ വീഡിയോ കണ്ട് എനിക്ക് അയച്ചൊരു മെസ്സേജ് ആയിരുന്നു. ഈ സാഹചര്യത്തിലും നിങ്ങൾക്ക് TCS റീഫണ്ട് ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ITR ഫയൽ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം അതിൻ്റെ TCSന് അഗെയിൻസ്റ്റ് ITR ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ നോട്ടീസ് വരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ആളെ ലീഗൽ ഹയർ, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, രണ്ടാളുടെ പാന്, ഇത്തരം ഡോക്യുമെൻറ്റുമായിട്ട് ഈ ലീഗൽ ഹയറിൻ്റെ ഇൻകം ടാക്സ് പോർട്ടലിൽ പോയിട്ട് റെപ്രസെൻറ്റേറ്റീവ് അസസ്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യാം, ആ ഡിസീസ്ഡ് മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ എന്ത് ചെയ്യാം, അതിൽ ഫയൽ ചെയ്യാം. അപ്പോൾ റീഫണ്ട് ഉണ്ടെങ്കിൽ റീഫണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ചില ആളുകളിൽ വരാം. അപ്പോൾ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയറിലേക്ക് പോവില്ല. പക്ഷെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇൻകം ടാക്സ് നോട്ടീസോ മറ്റോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ലീഗൽ ഹയറിൻ്റെ ഇൻകം ടാക്സ് പോർട്ടലിൽ നിന്നായതുകൊണ്ട് അതിൻ്റെ റീഫണ്ട് എമൗണ്ടും ഉണ്ടെങ്കിൽ ലീഗൽ ഹയറിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വരിക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ TCS റീഫണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഹജ്ജിന് പോയ ഹാജിമാർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ. ഗവൺമെൻറ് ത്രൂ, ഹജ്ജ് കമ്മിറ്റി ത്രൂ പോയ ആളുകൾക്ക് അത് ബാധകമല്ല. ഫൈൻ ഇല്ലാതെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 ആണ്. അതേപോലെ ഈ വർഷം ഹജ്ജിന് പോയി പക്ഷെ പേയ്മെൻറ്റ് കഴിഞ്ഞ വർഷം തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാർച്ചിന് മുന്നേ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവോയ്സ് ആയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ വർഷം തന്നെ എന്ത് ചെയ്യും, അവരെ TCS ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ വർഷം ഫയൽ ചെയ്താൽ മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷം പോയ ഹാജിമാറും ഒന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, അവരുടേത് കഴിഞ്ഞ വർഷത്തിലാണോ വന്നിട്ടുള്ളത് അല്ല ഈ വർഷത്തിലാണോ വന്നിട്ടുള്ളതെന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യുക.